സേതുവിന്റെ പല്ലവിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ വരുന്ന ആഴ്ചയിലെ സംഭവങ്ങളുമായ മുഹൂർത്തങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഇന്ദ്രനിട്ട് നല്ല ഇടിവെട്ടി പണി തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പൊന്നുമടത്തിൽ നിന്ന് ഇന്ദ്രനെ അടിച്ചിറക്കാൻ ഒരുങ്ങുവാണ് പൂർണിമ. അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒടുവില് ലക്ഷ്മി അമ്മയുടെ വിവാഹം മുമ്പേ കഴിഞ്ഞതായിരുന്നെന്നും അതിനകത്തൊരു മോനുണ്ടെന്നുള്ള കാര്യമൊക്കെ മയൂരി അറിഞ്ഞു. മയൂരിക്ക് അത് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഇത്രയും കാലം അമ്മ ഇതിനെക്കുറിച്ചൊരു സൂചന പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിമിഷം അറിയാന്ന് വെച്ചാൽ അതും പെണ്ണ് കാണാൻ വന്ന ചെക്കൻ്റെ നാവിൽ നിന്നാണ് ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ മയൂരിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ സമയത്ത് വല്ലാതെ സങ്കടപ്പെട്ട് ലക്ഷ്മിയമ്മ മുറി പോയിരുന്ന് പൊട്ടിക്കരയുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനൊരു സത്യം എല്ലാവരും അറിയുമെന്നറിയായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് അതും തന്റെ മോളുടെ വിവാഹം മുടക്കിക്കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ലക്ഷ്മിയമ്മ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു, തന്റെ മോളുടെ വിവാഹം മുടക്കിയത് ആരാണെങ്കിലും താൻ അവരോട് പൊറുക്കാൻ പോകുന്നില്ല. ഈ കാര്യം ആരാ പറഞ്ഞതെന്നറിയത്തില്ല, സേതുവിനെ കുറിച്ചുള്ള കാര്യം. പക്ഷെ ആര് പറഞ്ഞാലും താൻ അവരോട് പൊറുക്കില്ല എന്ന് ലക്ഷ്മിയമ്മ മനസ്സിൽ കരുതി. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ തന്റെ മോളുടെ ജീവിതം ദുരിതത്തിലാകുമോ? നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനി വരുന്ന കല്യാണാലോചനകളൊക്കെ ഇങ്ങനെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുമോ? അങ്ങനെ നൂറ് ചിന്തകളായിരുന്നു ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ. ആ സമയത്ത് മയൂരിയുടെ അടുത്തേക്ക് ശൈലജ വന്നു. ശൈലജ വന്നിട്ട് പറഞ്ഞു, എന്നാലും നിന്റെ അമ്മയാള് കൊള്ളാലോ. ഇത്രയും കാലം ഇത്രയും വലിയൊരു സത്യം മൂടി വെച്ച് എനിക്ക് അന്നേ അറിയായിരുന്നു ലക്ഷ്മിയുടെ കയ്യിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. അതുകൊണ്ടാ. അല്ലെങ്കിലും ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര ലക്ഷം രൂപ പോയിക്കൊണ്ടെന്ന് വേണുവേട്ടനോട് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു. പക്ഷെ വേണുവേട്ടൻ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. ഓ, ഭാര്യ അത്രയ്ക്ക് വിശ്വാസമായിരുന്നല്ലോ. എന്നിട്ടിപ്പൊ എന്തായി കണ്ടില്ലേ? നിനക്ക് വന്ന നല്ലൊരു ആലോചനയായിരുന്നു. ഞാൻ കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നല്ലൊരു ആലോചന കൊണ്ടുവന്നാ നിനക്ക് വേണ്ടിയിട്ട്. അതും എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ മോനും കൂടെ ആയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ഞാൻ അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും മയൂരി? അപ്പോഴേക്കും മയൂരി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അപ്പച്ചി മുറിയിൽ നിന്ന് പോകാവോ? മനുഷ്യനോട് ഒരു സമാധാനം ഇല്ലാതിരിക്കുക. അപ്പോഴാണ് അപ്പച്ചി ഇങ്ങനെ കുത്തിത്തിരിപ്പായിട്ട് വരുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞൊരു കഥയൊക്കെ പോയി വലിച്ചടച്ചു. അത്രയ്ക്ക് ടെൻഷനായിരുന്നു മയൂരിക്ക്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാണ്ട് ശൈലജ തീരുമാനിച്ചില്ല. ശൈലജ നേരെ വേണുവിൻ്റെ അടുത്തേക്കാണ് ഇന്നെ. വേണുവിൻ്റെ അടുത്ത് എന്നിട്ട് എന്നാലും എൻ്റെ ഏട്ടാ, നമ്മൾ സഹോദരങ്ങളല്ലേ? എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഈ സത്യങ്ങളൊക്കെ മൂടി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്നോടെങ്കിലും ഒരു വാക്ക് തുറന്നു പറയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ലക്ഷ്മിയെ പണ്ടേ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കിയാണല്ലോ. വേണു പറഞ്ഞു, അത് പിന്നെ അതിനുള്ള സാഹചര്യമൊന്നും ആയിരുന്നില്ല. ഞാൻ പോലും ഈ അടുത്ത കാലത്ത് അറിഞ്ഞേ. ഞാൻ അപ്പോഴേ ഏട്ടനോട് പറഞ്ഞില്ലായിരുന്നോ അവൾ ആള് ശരിയല്ലാന്ന്? അപ്പൊ ഏട്ടൻ പറഞ്ഞു, അതൊക്കെ നിന്റെ വെറും തോന്നലാന്ന്. അവളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. വെറുതെ അങ്ങ് തള്ളി മറിച്ച് വിടുവാണ്. ശൈലജ ചുമ്മാ ഉണ്ടാക്കി പറയുന്ന ഈ അവസരം മാക്സിമം മുതലെടുക്കാൻ തന്നെ ശൈലജ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഗ്യാപ്പില് ലക്ഷ്മി അമ്മനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പിന്നെ താനായിരിക്കും. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നൊരു ചിന്ത മാത്രമേ ശൈലജന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിലും പണ്ട് മുതൽ അവർക്ക് ലക്ഷ്മി അമ്മനെ കണ്ണെടുത്താൽ കാണത്തില്ല. ലക്ഷ്മി അമ്മനെ കാണുമ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഒരു അവസരം വീണ് കിട്ടിയപ്പം പിന്നെ പറയാൻ വേണ്ട, എങ്ങനെയെങ്കിലും പുറത്തിയാടിക്കാനുള്ള മാർഗം തേടുവാണ് ശൈലജ. പാവം ലക്ഷ്മി അമ്മ ഈ സമയത്ത് മുറി കരഞ്ഞോണ്ടിരിക്കാം. ഇതുവരെയായിട്ടും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. കാരണം അന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് വേണുവിന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ എങ്കിൽ അവര് വേണുവിനോട് പറഞ്ഞില്ല ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞാന്നുള്ള കാര്യം. ഒരു പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മകന്റെ കല്യാണം നടക്കാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാ അതൊന്നും പറയാതിരുന്നേ. പക്ഷെ അമ്മ പറയേണ്ടതായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ലക്ഷ്മിയെ ഭയങ്കരമായിട്ട് അലട്ടി. ഇപ്പൊ താനല്ലേ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ആ സമയം ഇന്ദ്രന് ഭയങ്കര സന്തോഷമാണ്. കല്യാണം മുടങ്ങിയല്ലോ. അങ്ങനെ പ്രതാപനും ഒത്തൊന്ന് ആഘോഷിക്കുകയാണ് ഇന്ദ്രന്. കല്യാണം മുടങ്ങിയതിന്റെ സന്തോഷ തിമിർപ്പിലായിരുന്നു ഇന്ദ്രന്. അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം പതിവ് പോലെ ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ എഴുന്നേക്കുന്നേ. ഋതുവിന് മനസ്സിലായി എന്തോ കാര്യോട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇന്ദ്രൻ എത്രമാത്രം സന്തോഷിച്ച് കാണത്തില്ല. ആർക്കിട്ട എന്താ പണിയാ കൊടുത്തതെന്നും അറിയത്തില്ല. അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്യുക, രാവിലെ ഫ്രഷ് ആയിട്ട് വന്ന് ആഹാരമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ഫോറസ്റ്റ് ജീപ്പ് അങ്ങോട്ട് വരുന്നത്. ഇന്ദ്രനൊന്നും മനസ്സിലായില്ല കാര്യം എന്താന്ന്. അങ്ങനെ ഫോറസ്റ്റ് ജീപ്പ് എന്ന ഫോറസ്റ്റുകാരൊക്കെ ഇറങ്ങി. ആ സമയത്ത്
സേതു പല്ലവിയും പൂർണ്ണിമയും എല്ലാവരും കൂടെ ഇറങ്ങി ചെന്നു. എന്താ സാർ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇതാണോ ഇന്ദ്രജിത്ത് താമസിക്കുന്ന വീട്? അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, അതെ സാർ. എന്താ പ്രശ്നം? അതെ, അയാളെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അല്ല സാറേ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കാര്യം എന്താ വെച്ചാൽ അറിയില്ലോ. കാര്യം എന്താണോ, ഇയാൾ ഈ അടുത്ത കാലത്ത് എങ്ങാനും കൈതവന കാട്ടിലേക്ക് വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ്. കൈതവനം കാടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ അവരെല്ലാം പരസ്പരം നോക്കുകയാണ്. അവർക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ശരിക്കും അത് കേട്ടു വന്ന് ഇന്ദ്രനും ഞെട്ടിപ്പോയി. ഇന്ദ്രന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ സാറ് ഞാൻ താൻ കൂടുതലൊന്നും പറയണ്ട, തെളിവ് സായുധ പിടികൂടിയിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, തെളിവായിട്ടുള്ള ആ തോക്കങ്ങളുടെ അടുത്ത് കാണിച്ചു. അതിന്റെ ലൈസൻസ് ആയിട്ടുള്ളത് രാജലക്ഷ്മി ആയിരുന്നു. പക്ഷെ ഇന്ദ്രനാണ് ആ തോക്കും കൊണ്ട് അവിടേക്ക് പോയത്. പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു, നിങ്ങൾ ഈ തോക്കുമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് അറിയാലോ, മൃഗവേട്ട നടക്കുന്ന സ്ഥലമൊന്നും അല്ലത്, നിരോധിത മേഖലയായിരുന്നു. പക്ഷെ നിങ്ങൾ അവിടെ ഒന്ന് നായായിട്ട് നടത്തി. അയ്യോ സാർ, ഞാനങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, കൂടുതൽ അതാണെന്ന് പറയൊന്നും വേണ്ട. കാരണം പല്ലവിയും കൊണ്ട് പോയ രാത്രിയിൽ അവിടെ തീയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രന്. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ഈ തോക്ക് കിട്ടുകയും ചെയ്തേ. പിന്നെ ഇന്ദ്രൻ അങ്ങോട്ട് പോവുകയും ചെയ്തില്ലല്ലോ. അപ്പോഴേക്കും ഋതു ഒരു അന്താളിപ്പോട് കൂടിയിട്ട് ഇന്ദ്രനെ നോക്കുകയാണ്. സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാന്ന് പറഞ്ഞു. താൻ്റെ കാര്യം ചെയ്യ, ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. അയ്യോ സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറയണം. അപ്പോഴേക്കും സേതു എന്നിട്ട് ചോദിച്ചു, എന്താ സാർ കാര്യം പറഞ്ഞല്ലോ. ആ സമയം ഇന്ദ്രൻ പറഞ്ഞു, അതെ, ഇത് എൻ്റെ പേരുള്ള തോക്കല്ല, ലൈസൻസ് അമ്മയെന്ന് പറയണം. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം, അമ്മേനെ കൂടെ പൊക്കിയേക്കാം. എന്താ അത് പോരേന്ന് ചോദിക്കുക. ഈ സമയത്ത് നല്ല ദേഷ്യമായിരുന്നു പൂർണ്ണിമയ്ക്ക്. കാരണം ഇവൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, സാറേ ഒരു 5 മിനിറ്റ് ഇവനോട് ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയണം. അങ്ങനെ അവിടെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, സത്യം പറ ഇന്ദ്ര, നീ എങ്ങോട്ടാ പോയത്? നീ എന്തിനാ പോയെന്നൊക്കെ ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കുവാണ് അവനൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അവൻ എന്തിനു പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്ക് സേതു പറഞ്ഞു, ഇനി അവനോട് ചോദിച്ചിട്ട് കാര്യമില്ലമ്മേ, കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ തുറന്നു പറയാം. ഞാനും പല്ലവിയും കൂടെ കൈതവനം കാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പം ഇവൻ പിന്നാലെ തന്നെ വന്നായിരുന്നു, പല്ലവി നശിപ്പിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ച് പല്ലവി കഷ്ടിച്ചാ രക്ഷപ്പെട്ടു പോയത്. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ പല്ലവിയെ തീർത്ത് കളഞ്ഞാൻ ഇവന് നശിപ്പിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഇവൻ നടത്തിയത്. പല്ലവി കഷ്ടിച്ച് അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടെ. അന്ന് രാത്രിയിലുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവൊക്കെ ഒരു നിമിഷം അന്തം വിട്ടുപോയി. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോഴാണ് ഇതിനെക്കുറിച്ച് അച്ചു പോലും അറിയുന്നേ. അച്ഛനോട് ശ്രീഹരി ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛന് വരെ നിയന്ത്രണം വിട്ടുപോയി. ഇത്രയ്ക്ക് ദുഷ്ടമായിരുന്നു അവന്. പിന്നീട് പല്ലവിയാണ് കാര്യങ്ങളൊക്കെ പറയുന്നേ. പക്ഷെ അന്ന് ആ തോക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നുണ്ട്. അത് വെച്ച് ഞാൻ ഇവനിട്ട് നല്ല വിധം തന്നെ കൊടുത്തായിരുന്നു ഇന്ദ്രനെ അവിടെ നിന്ന് തല്ലിച്ചാച്ചായിരുന്നു. പിന്നീട് സേതുവേട്ടനൊക്കെ വന്ന് ഇവനെ തീർത്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞ. പക്ഷെ ഞാനാ പറഞ്ഞേ ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണെന്ന് പറയണ. പറഞ്ഞ തീരുവല്ല, പടക്കം പൊട്ടുന്ന പോലെ ഇന്ദ്രന്റെ കർണത്തിട്ട് ഒറ്റ എണ്ണം കിട്ടി ഇട്ട് കൊടുക്കണ്ട പൂർണിമ. എടാ, നീ ഇത്രയ്ക്ക് ദുഷ്ടനാന്ന് അറിഞ്ഞില്ലായിരുന്നടാ. എന്നാലും എടാ, നിന്റെ ഏട്ടത്തിയമ്മയായിട്ട് വരേണ്ട ആളല്ലേ പല്ലവി, അവളോടാണ്ട നീ. നിന്റെ തരവഴിത്തരങ്ങൾ പണ്ടേ തൊട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന. പക്ഷെ എന്നാലും നീ ഇത്രയ്ക്ക് ദുഷ്ടനാന്ന് അറിയില്ലായിരുന്നടാ. ആ സമയം ഫോറസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞു, ഇയാളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറയാണ്. അങ്ങനെ അവനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. നേരെ അവര് പിന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് പോകുന്നത്. ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി അവനെ ജീപ്പിലിരുത്തിയിട്ട് കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോഴേക്കും രാജലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വരുവാണ്. അപ്പോഴാണ് ഫോറസ്റ്റുകാരെ കാണുന്നത്. അയ്യോ സാറുമാരെ എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി ഒന്നും അറിയത്തില്ലാത്ത മട്ടി വന്നു. അതെ, നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസ് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അയ്യോ ഞാൻ എന്തിനാ സാറേ? അപ്പോഴേക്കും പാറും വിശ്വ ഇറങ്ങി വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫോറസ്റ്റുകാർ ആ കാര്യം പറയണേ. ഇവരുടെ പേരിലുള്ള ലൈസൻസ് ഉള്ള തോക്ക് കാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. അവർക്ക് പ്രത്യേകിച്ച് സഹകരിക്കിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. രാജലക്ഷ്മി അല്ലേ പിടിച്ചോണ്ട് പോകുന്നേ. അങ്ങനെ രാജലക്ഷ്മിയെ പിടിച്ചോണ്ട് പോവാണ്. ഇന്ദ്രൻ വലിയ ആള് കളിച്ചിരുന്ന ഇന്ദ്രന് നല്ല പണി തന്നെയാണ് കിട്ടുന്നത്. ഇന്ദ്രന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ തോക്ക് അവിടെ ഇട്ടിട്ട് പോലും ഇങ്ങനെ സംഭവിക്കുന്ന. അത് അവിടെ ഇട്ടിട്ട് പോകുന്നതല്ല, സത്യം പറഞ്ഞാല് അത് ഇന്ദ്രൻ മറന്നുപോയ കാര്യമാണ്. ഇന്ദ്രൻ അത് എടുക്കാനും പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചൊട്ട് ഓർത്തതുമില്ല. അങ്ങനെ ഇന്ദ്രനും രാജലക്ഷ്മിയും നേരെ ജയിലിലേക്കാണ്. ഇതേ സമയത്തൊക്കെ ലക്ഷ്മിയമ്മ മുറിയുന്ന പോലും അങ്ങനെ പുറത്തിറങ്ങുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ലക്ഷ്മിയമ്മയ്ക്ക്. തന്റെ മോളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ലോ ഒരു ചിന്തയായിരുന്നു.
പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. താൻ ഉള്ള സത്യങ്ങളൊക്കെ വേണുവിൻ്റെ അമ്മയോട് പറഞ്ഞ അവര് പറയായിരുന്നത് തൻ്റെ കുഴപ്പമല്ല. അതുകൊണ്ട് പതിവ് പോലെ തന്നെ ലക്ഷ്മിയമ്മ രാവിലെ എഴുന്നേറ്റു. ചായയൊക്കെ വെച്ച് വേണുവിനും മയൂരിക്കുള്ള ചായ ഇട്ടും കൂടി ചെന്നു. ആദ്യം വേണുവിന് കൊടുക്കണം. ഈ സമയത്ത് വേണു അതവിടെ മേടിച്ചു വെച്ച് ആ ഗ്ലാസ് എടുത്ത് ഒറ്റ കമത്തായിരുന്നു. ഒരു നിമിഷം ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയി. അവളും അവളുടെ ഒരു ചായയും ഇത് കണ്ടുകൊണ്ടാണ് മയൂരിയും ശൈലജയും കൂടെ വരുന്നത്. മയൂരി പറഞ്ഞു, അച്ഛൻ എന്ത് പരിപാടിയാ കാണിച്ചേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ, ഇവൾ ഒറ്റ എടുത്ത് കാണാം മോളുടെ വിവാഹം മുടങ്ങിയത്. എന്നിട്ട് ഇവളുടെ ചായ ഞാൻ കുടിക്കണമല്ലേ? എന്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോ ലക്ഷ്മി, അല്ല നിന്നെ ഞാൻ തീർത്ത് കളയുമെന്ന് പറയണം. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? വേണുവേട്ടാ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? നീ ചെയ്ത തെറ്റ് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കാൻ നല്ലത്. അതാണല്ലോ ഒരു സേതുമാധവനുള്ളത്. അപ്പോഴേക്ക് ശൈലജ പറഞ്ഞു, എന്നാലും വേണുവേട്ടാ ഇത് കുറച്ച് കഷ്ടം തന്നെ കേട്ടോ. നമ്മളൊക്കെ ഉദ്ദേശിച്ച പെണ്ണൊന്നും അല്ല ഇവള്. ആ സമയം ലക്ഷ്മി പറഞ്ഞു, ഞാൻ പറഞ്ഞു വേണുവേട്ടാ, എന്നെ വെറുതെ കുറ്റക്കാരിയാക്കരുത്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ വ്യക്തമായ കാര്യമുണ്ട്. പിന്നെ ഞാൻ ആരും ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഒന്നുമില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ വേണു എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു. ഇനിയിപ്പം നീ ആ കള്ളത്തരം കൂടെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ വേണു വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ഇത്രയും കാലം തന്നോട് ഇതൊക്കെ മറച്ചു വെച്ചു എന്നൊരു ചിന്തയായിരുന്നു വേണുവിൻ്റെ മനസ്സിൽ. ഒടുവിൽ ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി, താൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല. കാരണം തനിക്കൊരു പട്ടിയുടെ വില പോലും തരാതെയാണ് ഇപ്പൊ വേണുവേട്ടൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞിട്ടും കാര്യമില്ലോ. വീട് വിട്ടിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ലക്ഷ്മി അമ്മ വീട് വിട്ടിറങ്ങുവാണ്. ലക്ഷ്മി അമ്മ വീട് വിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും വേണുവിന് ഭയങ്കര ടെൻഷനായി. ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. പക്ഷെ ലക്ഷ്മി അമ്മ എങ്ങനെ ഇറങ്ങാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും പിന്നാലെ തന്നെ മയൂരി വന്നു. അമ്മയെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും മയൂരിയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ശൈലജ അങ്ങോട്ട് പോയി. ഇങ്ങോട്ടേക്ക് വാ. അവൾ എങ്ങോട്ടേക്ക് വന്ന് വെച്ചാൽ പോട്ടേന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു മയൂരിക്ക്. അമ്മയെ പോവല്ലേന്നും പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയാണ്. അതേ സമയത്ത് അതൊന്നും കേട്ടിട്ടൊന്നും ലക്ഷ്മിയമ്മ നിന്നില്ല. ലക്ഷ്മിയമ്മയ്ക്ക് അത്ര നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് തന്നെ ഇങ്ങനെ ക്രൂശിച്ചിരിക്കുന്നത്. അതൊക്കെ ഓർത്തിഞ്ഞിപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ലക്ഷ്മിയമ്മ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. താൻ എങ്ങനെയാണ് വേണുവേട്ടൻ ജീവിതത്തിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് ഇനി അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമ്മൾക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.